ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയുള്ള ദിവസമാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. 5 വർഷമായി ഞങ്ങളുടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ട് ഇന്നത്തേക്ക് 5 വർഷമാണ്. രാവിലെയാണ് ചേട്ടായി എന്നെ ഓർമ്മിപ്പിച്ചത് കേട്ടോ. ഞാൻ ഒളിച്ചോടി പോകുന്ന ദിവസമൊന്നും എനിക്ക് ഓർമ്മയില്ല, ചേട്ടായിയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ രാവിലെ ചേട്ടായി നീ കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാനിന്ന് എണീറ്റ് തന്നെ 9 മണിയായി. ഞാൻ പറയും ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ചേട്ടാ എന്നോട് പറയും നന്നായി, നിന്നെ സ്നേഹിച്ചതിന് ഇന്നത്തെ ദിവസം ഞാൻ പട്ടിണി കിടക്കണം എന്ന് ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയും. ഇന്നത്തേക്ക് ഞാൻ 5 കൊല്ലമാവുന്നു നിന്നെ സ്നേഹിച്ച്, നിന്നെ നമ്മളെ ഒളിച്ചോടി പോകുന്നത്തേക്ക് ഇന്നത്തേക്ക് 5 വർഷമാവുന്നു എന്നിങ്ങനെ രാവിലെ പറയും. എൻ്റെ ദൈവം, എനിക്ക് ഭയങ്കര എൻ്റെ ചേട്ടായി അല്ലെങ്കിൽ എല്ലാ കാര്യവും ഞാൻ ഓർത്ത് വെച്ചിട്ട് ചേട്ടായിനോടാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ആ ഒരു ദിവസം ചേട്ടായി എന്നോട് പറഞ്ഞു. കാരണം നമുക്ക് കറക്റ്റ് ഒരു ഡേറ്റ് എന്ന് പറയാൻ March 6 നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മണവാളിനും മണവാട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കുന്നൊരു രീതി ചെയ്തത് March 6 പക്ഷേ ഈ February 14, അതായത് വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസമാണ് നമ്മൾ ഒളിച്ചോടി പോകുന്നത്. അതായത് ഇന്നലെ 13-ാം തീയതി രാത്രിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. ഒരു രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കാര്യമൊക്കെ വീട്ടിലറിഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ചേട്ടായിക്ക് അറിയില്ല ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോരുന്നു, അങ്ങനെയൊന്നും ചേട്ടായിക്ക് അറിയില്ലായിരുന്നു. എനിക്കെന്തോ ഒളിച്ചോടി പോകണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഭയങ്കര വിഷയങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വീട് വിട്ട് ചെരുപ്പ് പോലും ഇല്ലാണ്ട് ഫോണും ഇല്ല, എനിക്ക് എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട് എറണാകുളത്ത് ഗോശ്രീ പാലം എന്ന് പറയാം. അപ്പോൾ അവിടെ പാലത്തിൻ്റെ മേതെടുത്ത് ചാടി ചാവാം, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു 10 രൂപ മാത്രം എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പോവുകയാണ്. പക്ഷേ ഒരു 20 മിനിറ്റോളം എൻ്റെ വീട്ടിൽ നിന്ന് ഗോശ്രീ പാലത്തിലേക്കുണ്ട് ദൂരം. ആ ഒരു 20 മിനിറ്റ് നമുക്ക് മരിക്കണം എന്ന് ചിന്തിച്ചാൽ നമ്മൾ അപ്പം തന്നെ മരിച്ചിരിക്കണം. അല്ലാണ്ട് നമുക്ക് ഇത്തിരി സാവകാശം കിട്ടിയാൽ നമ്മൾ ആലോചിക്കും, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അല്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്? അവർക്കൊരു പാടില്ലായ്മ വരുമ്പോൾ അവരെ നോക്കാനായിട്ടൊരു മക്കളുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ സന്തോഷമല്ലേ. അപ്പോൾ എനിക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണ്ടേ, അങ്ങനത്തെയൊക്കെ ഓരോരോ ചിന്തകളായി. പക്ഷെ ഞാൻ ഈ രീതിയിൽ ചിന്തിച്ചാലും അപ്പുറത്ത് ചേട്ടായിയുടെ എൻ്റെ വീട്ടിലെ എല്ലാവരും, ചേട്ടൻ്റെ കൂട്ടുകാർ, എല്ലാവരും ചേട്ടായിനെ വിളിക്കുന്നത്. നീ അവളായിട്ട് ഒളിച്ചോടി, അവൾ എന്തി, എൻ്റെ മോൾ എന്തി, നിങ്ങൾ എവിടെയാണ് പറ എന്നൊക്കെ പറയാൻ ഭയങ്കര വിഷയമുണ്ടായി. പക്ഷെ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ബസ്സിൽ ഞാനങ്ങ് പോവുകയാണ്. പക്ഷേ എറണാകുളം ഗോശ്രീ പാലം എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയില്ല, ഞാൻ സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി. അപ്പോഴൊക്കെ ഏകദേശം രാത്രിയായി തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് എങ്ങനെയും മാറിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ രാത്രി പറവൂർക്ക് ബസ് പിടിച്ചു വന്നപ്പോൾ ലാസ്റ്റ് ബസ്സിൽ ഞാൻ പറവൂർ വന്നു. കലൂർ വേറെ റൂട്ട് വഴി ലാസ്റ്റ് ബസ്സാണ് ഞാൻ വന്നത്. അന്നേരം ഏകദേശം ഒരു 8:30-9 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അവിടേക്ക് അത്രയും നേരം ഉണ്ടാവുള്ളൂ ബസ്. രാത്രി എന്ന് പറയുമ്പോൾ ആരും ഉണ്ടാവില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് രാത്രി ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അന്ന് എൻ്റെ ചേട്ടായി ബസ്സിൽ മറ്റേ കണ്ടക്ടറൊക്കെ ഉണ്ടാവുമല്ലോ, ഡോറിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ആളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ജോലിയായിരുന്നു ചേട്ടായിക്ക്. കിളി എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനെ ചേട്ടായി ഒന്നും അറിഞ്ഞിട്ടില്ല, ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടായി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരാളുടെ ഫോൺ വാങ്ങിച്ച് ചേട്ടായുടെ നമ്പറിൽ ഞാനൊന്ന് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ രാത്രി ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ബസ്സിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ബസ് കഴുകാനൊക്കെ വരുന്ന കുറച്ച് പേര് മാത്രമേ സ്റ്റാൻഡിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരാളുടെ ഫോൺ വാങ്ങിച്ച് ഞാൻ വിളിച്ചു, ചേട്ടായുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഈ രാത്രി ഞാൻ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു പേടിയായിരുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും. പക്ഷേ മരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ എവിടെയും പോയി മരിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ മരിക്കാനുമുള്ള ചിന്തയും പോയി, എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായി. വീട്ടുകാരാണെങ്കിൽ ഞാൻ എങ്ങാട്ടെങ്കിൽ ഇറങ്ങിയ വീട്ടുകാർ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പക്ഷെ ചേട്ടായിക്കൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ രാത്രി കൂരിരുട്ടായി, എല്ലാ ലൈറ്റുകളൊക്കെ ഓഫായി, സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, വീടുകളൊന്നുമില്ല, ആളുകളില്ല. അപ്പോൾ ലാസ്റ്റ് ബസ് ഹൈക്കോട്ടിൽ നിന്ന് പറവൂർക്കുള്ള ഒരു ലാസ്റ്റ് ബസ്സുണ്ട്, മുന്നാമിട്ടു എന്നാണ് ബസ്സിൻ്റെ പേര്.
ആ ബസ് വരികയാണ്. ഒരു ബസ് വരുന്ന വെട്ടം കണ്ടപ്പോൾ, ഈ ഇരുട്ടത്തുനിന്ന് ഇങ്ങനെ ഒരു ബസ്സിൻ്റെ വെട്ടം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത എന്ന് വെച്ചാൽ, ഇനി എന്നെ അന്വേഷിച്ച് വരുന്ന ആരെങ്കിലും ബസ്സിലുണ്ടാവും, അല്ലെ ചേട്ടായി ആ ബസ്സിലുണ്ടാവും. ചേട്ടായി വർക്ക് ചെയ്യുന്നത് ബസ്സിലാണ്, ക്യൂബക്കിലെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ക്യൂബക്ക് ബസ് എപ്പോൾ വരും, ആരോടെങ്കിലും അന്വേഷിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മുന്നാമിട്ട് കാണുന്നത്. മുന്നാമിട്ടുന്ന ആൾക്കാരൊക്കെ ഇറങ്ങുന്നു, അതിൻ്റെ കൂടെ ചേട്ടായി ഇറങ്ങുകയാണ്. ഞാൻ സ്റ്റാൻഡിൽ നിൽക്കുന്ന ചേട്ടായി കണ്ട് ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട്, വാ എന്താ പ്രശ്നം. ചേട്ടായി വേഗം വന്ന് എൻ്റെ കൈ പിടിച്ചു. ഞാൻ ക്യൂബക്കിലാണെന്ന് പറഞ്ഞല്ലോ ചേട്ടായി എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഇങ്ങനെ മുന്നാമിട്ടു എന്ന് വന്ന് ഇറങ്ങുന്നതെന്നൊക്കെ ചിന്തിച്ച് ചേട്ടായി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട്, അപ്പോൾ ബസ്സിൽ നിന്ന് ആളുകൾ ഇറങ്ങുകയാണല്ലോ, അപ്പം എന്നെ മാറ്റി നിർത്തിയ സ്ഥലം, എന്താണ് പ്രശ്നം, എന്താണ്, ഞാൻ വീട് വിട്ട് ഇറങ്ങി പോന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ചേട്ടായി ഓട്ടോറിക്ഷ വിളിച്ചു. ചേട്ടായിയുടെ മാമൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പോയ ഒരു ദിവസമാണെന്ന്. ഇന്ന് ഞങ്ങൾ ഈ ദിവസം, അന്ന് രാത്രി ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി. ഇന്ന് നമ്മൾ ആന്ധ്രയിലെത്തി. ആന്ധ്രയിൽ ചെന്ന് ചേട്ടായുടെ ഡാഡിയും ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു അമ്പലത്തിൽ ഒരു ചെറിയൊരു താലിച്ചരടൊക്കെ വാങ്ങിച്ച്, അപ്പോൾ ഒളിച്ചോടി ചെന്ന് കേരളത്തിൽ നിന്ന് ഒളിച്ചോടി ആന്ധ്രയിലെത്തി. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ആരെയും നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടത്തുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് ആരെയും ആന്ധ്രയിലേക്ക് കടത്തുന്നില്ല, ബസ്സുകൾ നിർത്തലാക്കി. അപ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ചെന്നൈയിൽ നിൽക്കുകയാണ്. ഇനി ബസ്സുകളൊന്നും ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോവേ വേണം. പിന്നെ ഞങ്ങൾ ലോറി പിടിച്ച് ഏതൊക്കെയോ രീതിയിൽ ഞങ്ങൾ ആന്ധ്രയിലെത്തി. ആന്ധ്രയിൽ ചേട്ടായുടെ ഡാഡിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒളിച്ചോടി പോകുന്നതാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവർ ചെറിയൊരു ചരടുണ്ട്. പിന്നെ താലി എന്ന് വെച്ചാൽ നമ്മളുടെ ഒറ്റ ലോക്കറ്റല്ല, തമിഴന്മാരുടെയൊക്കെ ലോക്കറ്റ് മാതിരി ഇവിടെ ഒരു റൗണ്ട്, ഇവിടെ ഒരു റൗണ്ട്, നടുക്കൊരു ഇങ്ങനൊരു സാധനം, പിന്നെ ഇപ്പുറത്തെ റൗണ്ട്, ഇപ്പുറത്തെ, അങ്ങനെ ഒരു മഞ്ഞച്ചർക്കിൽ അങ്ങനെ താലി കിട്ടി. കാലിലൊക്കെ ഓരോ മിഞ്ച് മാതിരി ഓരോ മിഞ്ചൊക്കെ ഇട്ടു. അത് ഭയങ്കര ഒരു രസമുള്ള ദിവസമായിരുന്നു. മനസ്സിന് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഓർമ്മകൾ വരുത്തുന്നൊരു ദിവസമാണ് ഇന്ന്. വാലന്റൈൻസ് ഡേ ആണ്, അതിനുപരി നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇത് ശരിക്കൊരു സിനിമയൊക്കെ ആക്കാൻ പറ്റിയൊരു കഥയാണ് ഞങ്ങളുടെ. ലവ് സ്റ്റോറി ഒന്നുമല്ല കേട്ടോ ഈ പറഞ്ഞ. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ചെയ്ത ചെറിയ ഒരു കാര്യമാണ്. ഒളിച്ചോട്ടം വെച്ചാൽ നിസ്സാരമൊന്നുമല്ല. കുറേ ടെൻഷനൊക്കെ അടിച്ചു. എനിക്ക് ലൈഫ് തന്നെ, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല, ആരും വേണ്ട എന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങിപ്പോകുന്നവളാണ് ഞാൻ കേട്ടോ. നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചേട്ടായി. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഉള്ള ജീവിതമാണ് ചേട്ടായിക്ക് വേണ്ടിയിട്ടല്ല ചേട്ടായി ഇപ്പോൾ ജീവിക്കുന്നത്, എനിക്കും അമ്മൂസിനും വേണ്ടിയിട്ടാണ് ചേട്ടായി ഇപ്പോൾ ജീവിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്ന അമ്മൂസിന് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടും നമ്മളിവിടെ ഇന്ന് രാവിലെ ഇങ്ങനെ പറയും, പക്ഷേ ഞാൻ മാർച്ച് 6-ാം തീയതിയാണ് നമ്മളൊന്ന് കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ ആരെയും വിളിച്ചൊന്നും പരിപാടിയായിട്ട് നടത്തിയൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ കുറച്ച് പേരായിട്ട്, അതിൻ്റെ ഫോട്ടോസ് പോലും നമ്മുടെ കയ്യിലില്ല. നമ്മൾ പോവാണ്. പിന്നെ പോലീസ് കേസ് ചടപട ബഹളമാണ്. അപ്പോൾ നമ്മൾ ഫോണൊക്കെ കളഞ്ഞു. എൻ്റെ കയ്യിൽ ഫോണില്ല, ചേട്ടായിയുടെ ഫോണ് ചേട്ടായി എന്ത് ചെയ്ത് കളഞ്ഞു. നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഫോണേ ഇല്ല, ഫോട്ടോസ് പോലും എടുത്തിട്ടില്ല. പക്ഷെ ആ ഫോട്ടോസൊക്കെ ഞാനും ചേട്ടായിക്ക് ഭയങ്കര വ്യത്യസ്തമാണ് ആ ഒരു മുഖം. ആന്ധ്രയിലത്തെ ആ ഒരു സ്റ്റൈലിലൊക്കെ നമ്മൾ നിന്നപ്പോൾ ഭയങ്കര ഒരു വ്യത്യസ്തമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫോട്ടോ പോലും നമ്മുടെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ ആന്ധ്രയിലാണ്. നമ്മൾക്ക് ഇത്തിരി പൈസയൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് ആന്ധ്രയിലോട്ട് പോകണം, ആ നാടും ആ നാട്ടുകാരെയൊക്കെ ഒന്നും കൂടി കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇനിയൊരു ഫാമിലിയായിട്ട് പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഒളിച്ചോടി പോയപ്പോൾ അത്രയും പൈസ ഒന്നും നമുക്ക് വേണ്ടി വന്നില്ല. ചേട്ടായുടെ കയ്യിൽ എന്തോ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു. ആ പൈസക്കൊക്കെയാണ് നമ്മൾ ഒളിച്ചോടിയതും പോലീസ് സ്റ്റേഷനിൽ ചെന്നതും കേസായതും എല്ലാം നമ്മളുടെ ദൈവഭാഗ്യമാണ്. കൊറോണ സമയത്ത് പട്ടിണി പോലും നമുക്ക് കിടക്കേണ്ട വന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഇതുപോലെ ഒരുപാട് വർഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു അപകടമോ ഒരു അസുഖങ്ങളോ ഒന്നും വരത്തല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രാക്കുകളാണ് എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ
അതൊന്നും ഏക്കല്ലേന്നേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം പ്രായമായ നമ്മളുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് പ്രായമായ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയാണ്ട് ഭയങ്കരമായിട്ട് അവൾ ഓടിപ്പോയവളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മളുടെ മേലെ പഴി ചാരുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ പഴിയൊന്നും നമുക്ക് ഏക്കല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ. ജീവിതാവസാനം വരെ ഒന്നിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ വേണം, സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമുക്ക് വൈകുന്നേരം അമ്മൂസിനെ ഇന്ന് നഴ്സറി കൊണ്ടാക്കി വൈകുന്നേരം നമുക്കൊരു അമ്പലത്തിൽ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് നമ്മളുടെ ഇന്നലത്തെ മീൻ കറിയും മീൻ വറുത്തതും അവിയലൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിക്കും. ചേട്ടായി വന്നിട്ടില്ല, ഒരു 12 മണിയാകുമ്പോഴേക്കും വരാം കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരം ഏതെങ്കിലും നല്ലൊരു അമ്പലത്തിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി വൈകുന്നേരം നമുക്ക് കാണാം കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മളുടെ ഒളിച്ചോട്ട കഥയാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നതൊക്കെ ഞാൻ വേറെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വലുതായി പോകും വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.